ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. ഈന്തപ്പഴവും കാരക്കയും ഉണക്കമുന്തിരിയൊക്കെ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ. ഇതെൻ്റെ ഉമ്മാമ്മേൻ്റെ അടുത്തു നിന്നാണ് ഞാൻ പഠിച്ചത്. ഉമ്മാമ്മ ഉണ്ടാക്കുന്ന ഈ അച്ചാർ കഴിച്ചിട്ടുള്ളവരൊക്കെ ഇതിൻ്റെ റെസിപ്പിയും വാങ്ങിയിട്ടേ തിരിച്ചു പോകാറുള്ളൂ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ് ഒരു ബൗളിലേക്ക്. ഇതുപോലെ നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ടോ അരിഞ്ഞ 1 കപ്പ് ഈന്തപ്പഴം ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാരക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം, അതായത് ഉണങ്ങിയ ഈന്തപ്പഴം. ഇതും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്, 1/2 കപ്പ് കാരക്ക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉണക്കമുന്തിരി ചേർക്കാം. ഞാനിവിടെ ഒരു ഗ്രീൻ കളറിലുള്ളൊരു മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആയാലും യെല്ലോ കളർ ആയാലും ഒന്നും കുഴപ്പമില്ല, ഏതാണെങ്കിലും എടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. അല്പം കറിവേപ്പില കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് ആവശ്യമുള്ളൂ, അതുപോലെ മറ്റു പൊടികളുടെ ഒന്നും ആവശ്യമില്ല, മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വരെ വിനാഗിരി, അതായത് സുർക്ക ചേർക്കാം. 1/2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 ഗ്ലാസ് തേങ്ങാ വെള്ളവും കൂടി ചേർക്കാം. ഈ തേങ്ങാ വെള്ളം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാർ. മാത്രമല്ല വിനാഗിരിയുടെ ഒരു കുത്തൽ മാറിക്കിട്ടും, അതിൻ്റെ ഒരു ഹാർഡായിട്ടുള്ള ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അച്ചാർ നന്നായിട്ട് കൊഴുത്ത് വരുന്നത് കാണാം. ഈന്തപ്പഴത്തിൻ്റെ കൊഴുപ്പെല്ലാം ഇതിലിറങ്ങി നല്ല കട്ടിയായിട്ട് വരുന്നത് കാണാൻ കഴിയും. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. പാകത്തിനുള്ള ഉപ്പുണ്ട്. ഈ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാണ്. ഈ അച്ചാർ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 2-3 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും തന്നെ ഈ അച്ചാർ നല്ല കട്ടിയായിട്ട് ഈന്തപ്പഴത്തിൻ്റെ കൊഴുപ്പെല്ലാം ഇറങ്ങി നല്ലൊരു കട്ടിയുള്ളൊരു പാകത്തിലായിട്ട് കിട്ടും. ഈ അച്ചാർ ഞാനിവിടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ പാകം കാണിച്ചു തരാം. നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഇതിപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ട്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അച്ചാർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അല്പം ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം വിനാഗിരി ഇതിലേക്ക് ചേർത്താൽ മതി. ഞാൻ ഈ അച്ചാർ ഇതുപോലെ ഒരു പാകത്തിലാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി സുർക്ക ഇതിലേക്ക് ചേർത്താൽ മാത്രം മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ഉമ്മാമ ഇത് നോമ്പിനൊക്കെയാണ് മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളത്. നോമ്പിന് അത്താഴത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. മാത്രമല്ല ബിരിയാണിക്ക് പറ്റിയ വളരെ നല്ലൊരു അച്ചാറാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അച്ചാറാണിത്. ഇത് നമുക്ക് ഒരു മാസം വരെയൊക്കെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. കൂടുതൽ നാൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 1 മാസം വരെ നമുക്കിത് സൂക്ഷിക്കാൻ കഴിയും. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക്